ഫാക്സ് വാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ ഹാർലി ഡേവിഡ്സന്റെ മുതലാളികളെല്ലാരും കൂടി ഒരു അമേരിക്കൻ ന്യൂ റീക്രിയേറ്റ് ചെയ്തു ഇവിടെ കേട്ടാ, ഇറ്റലിയുടെ നോർത്തില്. നമ്മളിവിടെ നോർത്ത് ഇറ്റലിയില് ടൂറിന്റെ അടുത്തുള്ള സ്ഥലത്ത് ഒരു ബൈക്ക് എക്സ്പോ വന്നിട്ടുണ്ട്. ബൈക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഹാർലി ഡേവിഡ്സൺ എക്സ്പോ എന്ന് പറയാം. കാരണം ബൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഓരോ സാധനത്തിന്റെ കാര്യം കണ്ടിട്ട് കണ്ണു തള്ളിപ്പോവും. ആൾക്കാരങ്ങനെ മേയിച്ചു കൊണ്ട് നടക്കുന്ന ഓരോ വണ്ടികളെ, എന്റെ അമ്മോ. എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പന്മാരൊക്കെ വരുന്നുണ്ട് വണ്ടീന്റെ മുകളില്. ഇറ്റാലിയൻ ദുഃഖാത്തി ഉണ്ട് ഇവിടെ. ഹാർലി ഡേവിഡ്സൺ ആണ് ഭയങ്കരം തന്നെ. ട്രയംഫ്, ഹാർലി ഡേവിഡ്സന്റെ ആൾക്കാരാണ് ഉള്ളത്. ഇത്രയും പേര് ഈ ഒരു ഏരിയയിലുണ്ടെന്ന് പറയുമ്പോഴേ, ഇത് കൂണിയോ എന്നുള്ള ഏരിയയിൽ മാത്രമുള്ള ആൾക്കാരുടെ വണ്ടികളാണ്. റിക്കി ടക്കിന്റെ വണ്ടിയാണ്. എന്താണോ ഹാർലി ഡേവിഡ്സൺ ആണോ സ്പോർട്സ് ടാക്ക്? ഓ, ഇതൊക്കെ ബൈക്കാണ്. ഹാർലി ഡേവിഡ്സന്റെ ആണ്. ഇത് ഇൻട്രൂഡറിന്റെ ഹാർലി ഡേവിഡ്സൺ. ഇതൊക്കെ ഹാർലി ഡേവിഡ്സൺ വണ്ടികളാണ്. ഓ, ഇൻട്രസ്റ്റിംഗ്. എന്തൊക്കെ ടൈപ്പാന്ന് നോക്കി. ഇതാണ് ദൂരി ഹാർലി ഡേവിഡ്സൺ. ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ. ഇതും ഹാർലി ഡേവിഡ്സൺ ആണെന്ന് തോന്നുന്നു, എഴുതിയിട്ടില്ല. ഡേവിസ് മോട്ടോ ഗുസ്സി BMW. ആഹാ, ഹാർലി ഡേവിഡ്സൺ ഗിയറൊക്കെ ഉള്ള വണ്ടിയാണ്. മുകളിലൊരു പരുന്തൊക്കെ ഉണ്ട്. നമ്മുടെ ബുള്ളറ്റൊന്നും ഒന്നുമല്ല കേട്ടോ. ബുള്ളറ്റൊന്നും ഒന്നുമല്ല, ഹാർലി ഡേവിഡ്സൺ. ഇതൊക്കെയാണ് വണ്ടികള്. ഇത് ഷെയ്ത്താന്റെ പിക്ചറൊക്കെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എങ്ങനെ ഇരിക്കണാവോ അല്ലേ? ഇത്തിരിയേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന സൈസാണ് ഹാർലി ഡേവിഡ്സൺ. ഓ, ഒരു ഇന്ത്യനൊക്കെ ഉണ്ട്. ഇന്ത്യൻ, പക്ഷെ അമേരിക്കൻ ഇന്ത്യൻ ആണ്. ഹാർലി ഡേവിഡ്സൺ. ഓ, ഇത് കംപ്ലീറ്റ് ഹാർലി ഡേവിഡ്സൺ തന്നെയാണ്. ഇങ്ങനെ കിടക്ക എത്രയാ നോക്കി. പുതപ്പൊക്കെ വേണമെങ്കിൽ ചുരുട്ടി മുമ്പിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിന്. അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള. ഫുൾ പിക്നിക്കിന് പോകാൻ വേണം ഇതിനകത്തൊക്കെ. ഇതൊക്കെ വണ്ടിയൊക്കെ നോക്കി എമ്മാരി സെറ്റപ്പ് നോക്കി. സാമ്പതിക്കണം കേട്ടോ. ഇതിന്റെ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 ദിവസത്തെ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത്രാക്കു എന്നുള്ള സ്ഥലത്ത്. ഓ, പെട്രോളിന്റെയും ഡീസലിന്റെ ഒക്കെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല. എത്രയാ നോക്കി. ഇതിന്റെ ടയറിന്റെ ഒക്കെ സൈസ് നോക്കിയേ. എത്രയാണ് ബൈക്ക് നോക്കിയത്. ഫാന്റാസ്റ്റിക് മോഡൽസ്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഓരോ ബൈക്കുകളൊക്കെ. ഓ, ഇവൻ സിമ്പിൾ ഹോണ്ടയുടെ വണ്ടിയാണല്ലോ. ഹാർലി ഡേവിഡ്സൺ മുതലാണ് കേട്ടാ. ഹാർലി ഡേവിഡ്സൺ ഓരോ എല്ലാ അപ്പാപ്പന്മാരാണ് വണ്ടി മുഴുവൻ കൊണ്ടുവന്നത്. കംപ്ലീറ്റ് അപ്പാപ്പന്മാരുടെ വണ്ടികളാണ്. എന്തായാലും പോയേക്കാം. ഇതൊക്കെ കണ്ടിങ്ങനെ
സന്തോഷത്തോടെ യമഹയുടെ വണ്ടിയൊക്കെ ഉണ്ട്, പേരില്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ എന്തൊക്കെയാണല്ലോ നോക്കാം. ഹൗസറുകളൊക്കെ ഉണ്ടല്ലോ. വില ചോദിക്കണോ? ഭയങ്കര വിലയായിരിക്കും. ഓ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. തൊപ്പികൾ, ടൗസറുകൾ. 10 യൂറോക്ക് അടിപൊളി ടൗസർ കിട്ടാനുണ്ട്. തൊപ്പികളൊക്കെ ഉണ്ടല്ലോ. 10 യൂറോ കൊള്ളാം കേട്ടോ. ബാസ്കറ്റ് ബോൾ കോട്ട്, ബെൽറ്റുകള്, പാട്ടുകളൊക്കെ വരുന്നുണ്ട്. 15 യൂറോ, 10 യൂറോ. നമ്പർ പ്ലേറ്റുകളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഓ, ഇതൊക്കെ നമ്മുടെ ഈ റൈഡേഴ്സിന്റെ ഓരോ ഇതൊക്കെയാണ്. ബാഡ്ജസ്, റാറ്റ്, ഓരോ റൈഡിന്റെ മാർക്കുകളാണ്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഹാർലി ഡേവിഡ്സൺ. ശരിക്കും പറഞ്ഞാൽ ഹാർലി ഡേവിഡ്സന്റെ ഒരു ഷോ ആണ്. അവരുടെ വണ്ടികളും അവരുടെ മൊയിലാളികളൊക്കെയാണ് കൂടുതൽ. Stop. സൈക്കിൾ കൊണ്ടുള്ള സർക്കസുകൾ. സൈക്കിള് ഒരു പ്രത്യേക ടൈപ്പ് സൈക്കിളാണ് കേട്ടാ. ഇവിടെ അമേരിക്കൻ പടത്തിലേക്ക് കാണുന്ന പോലത്തെ ലോറി. ഇത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ലോറി. ഭയങ്കരം തന്നെ. ഭയങ്കര ലോറിയാണല്ലോ. ഓ, കൊള്ളാം. അടിപൊളി. ഒരു കാറൊക്കെ ഉണ്ട്. മറ്റേ അർണോൾഡ് ഷ്വാസ്നഗറിന്റെ കാറൊക്കെ ഉണ്ട് ഇവിടെ. ഓ, ഷൂകൾ. ഭയങ്കര വിലകളൊക്കെയാണ് കേട്ടാ. 129 യൂറോ, 89 യൂറോ. 50 യൂറോയുടെ ജാക്കറ്റുകൾ. എന്താ ഇത്? ഭയങ്കര വിലയാണല്ലോ ഇതിനൊക്കെ. മാസ്ക്, ജാക്കറ്റുകൾ, കോട്ടുകൾ. €40 ജാക്കറ്റ്, വളകൾ. ഉള്ള മാസ്കുകളൊക്കെ ഉണ്ട്. ബാഗുകൾ, ഷോപ്പ് വർക്കേഴ്സ്. €10. ഇവിടെ കുറെ മറ്റേ മോട്ടോ വെഹിക്കിൾസ് വണ്ടികളൊക്കെ ഉണ്ട്. അമേരിക്കൻ സെറ്റപ്പുകളൊക്കെയാണ്. ഇവിടേക്കൊക്കെ പോയി നോക്കാം. സ്പെയർ പാർട്സുകളൊക്കെ ഉണ്ട് വണ്ടിയിൽ.
നമ്മുടെ ബൈക്ക് ഷോയും ബൈക്ക് സ്റ്റണ്ടും ഹാർലി ഡേവിഡ്സൺ വില്ലേജ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഹാർലി ഡേവിഡ്സന്റെ മുതലാളികളെല്ലാരും കൂടി ഒരു അമേരിക്കൻ ന്യൂ റീക്രിയേറ്റ് ചെയ്തു ഇവിടെ കേട്ടാ. ഇറ്റലിയുടെ നോർത്തില് ഒരു അമേരിക്കൻ ലോറി മീൻസ് പിന്നെ കാറുകള്, അതിന്റെ കൂടെ ഹാർലി ഡേവിഡ്സന്റെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 200 ഹാർലി ഡേവിഡ്സൺ പിന്നെ ബൈക്കുകളെങ്കിലും ഉണ്ടാവും ആ ഷോയ്ക്ക്. ഓ ഭീകരം അല്ലേ. അപ്പൊ എന്തായാലും കുറച്ചുപേരുടെ ഹോബിയാണത്. മിക്കവാറും എല്ലാവരും പ്രായമായിട്ടുള്ളവരാണ് കേട്ടോ. ഒരു 90% ഈ ഹാർലി ഡേവിഡ്സൺ വണ്ടികളുള്ളവരൊക്കെ പ്രായമായിട്ടുള്ളവരാണ് ഞാൻ കണ്ടത്. കാരണം അത്രയും എമൗണ്ട്, കാരണം 20,000 യൂറോ മുതലാണ് ഈ ഒരു ബൈക്കിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ്. അപ്പൊ അതൊക്കെ താങ്ങാൻ പറ്റുന്നത് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കാശൊക്കെ ഉള്ള കുറച്ച് അപ്പന്മാർക്ക് അമ്മമാർക്കൊക്കെയാണ്. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് മീൻസ് മക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. യാ ഷുവർ. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ ഇറ്റാലിയൻ വിശേഷങ്ങളുമായി നമ്മൾ പെട്ടെന്ന് തന്നെ കാണും. താങ്ക് യു. ഹാവ് എ നൈസ് ടൈം. ബോണ ജോർനാത്ത. നല്ല ദിവസം എന്നാണ് കേട്ടോ. ചാവ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവുന്നല്ല, എന്നാ പിന്നെ എന്തൊക്കെ പറയില്ലേ അതേപോലെ. ഓക്കെ എന്നാ.